വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാരൻസുകളൊന്ന് മാറിക്കൊടുത്ത് വലിയുപ്പ വലിയുമ്മമാർക്ക് മുന്നോട്ടിരിക്കാൻ ഒന്ന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുന്നു. വലിയുപ്പ വലിയുമ്മമാർ മുന്നോട്ടിരിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ബിസ്മില്ലാഹിൽ അലീമിൽ ഖുദ്റത്തി വശാൻ ശദീദുൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാ ഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികനി. എല്ലാവരും എഴുന്നേറ്റുന്നാണ്, കുറെ നേരം ഇരിക്കണം. കമ്മരീളിൻ ഖദ് അതാഹു കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മടവൂർ വലി ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കുല്ല ഇഫ്രീതിൻ വശൈത്താനിൻ വജിന്നിൻ മാരിദി അദ്ഹിബം വനജ്ജിനാ യാ ഖുതുബനാ മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നഹ്നു നദ്ഉ റബ്ബനൽ കരീമ ഫീ തവസ്സുലി വസ്തിഖാസാതിൻ ബിഖുർറതി ഐനിനാ മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരും ഇരിക്കും. അഷ്റഫ് ഉസ്താദ് മർഹബ. പ്രിയപ്പെട്ട വലിയുപ്പ വലിയുമ്മമാരെ, നിങ്ങളോട് പറഞ്ഞ സമയം 2 മണിക്കൂർ ലേറ്റായാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. 12 മണിക്ക് നല്ല പാട്ട് പാടാനും നിങ്ങളെ മദീനയിലേക്ക് ആനയിപ്പിക്കാനും വേണ്ടി ബുർദാവേദികളിലെ നിറസാന്നിധ്യവും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും പനയപ്പുറം മഹല്ലിലെ ദീർഘകാലത്തെ മുദർരിസും നമ്മുടെ എല്ലാവരുടെയും ഉസ്താദായ ശൈഖുൻ നുജൂം, നക്ഷത്രതുല്യരായ പണ്ഡിതന്മാരുടെ ഗുരുവര്യർ എന്ന സ്ഥാനപ്പേര് ലഭിച്ച ശൈഖുന ബീരാങ്കോയ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൻ അഷ്റഫ് പെരുമുഖം നമ്മുടെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുത്ത ടൈം കൃത്യം 12 മണിയാണ്. എനിക്ക് തന്ന സമയം 10 മണിയാണ്. അപ്പം 2 മണിക്കൂർ ലേറ്റായാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 മണിക്കൂർ നീട്ടി പറയുമെന്നും ആരും കരുതണ്ട. ഇൻഷാ അല്ലാഹ് ആറ്റിക്കുറുക്കി 2 മണിക്കൂറിനുള്ളത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ മാത്രം അവതരിപ്പിക്കും. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പാരൻസ് മീറ്റിങ്ങുകളും മറ്റുമെല്ലാം നാം കണ്ടിട്ടുണ്ട്. എന്നാൽ വലിയുപ്പ വലിയുമ്മമാരെ വിളിച്ച് മീറ്റിംഗ് നടത്തുന്ന ലോകത്തെ ഏക സംവിധാനം മർക്കസിന്റെ കീഴിൽ നടക്കുന്ന ZQL മാത്രമാണ്.
ഈ സുക്കി സംവിധാനത്തെ കൊണ്ടുവന്നത് നമ്മുടെ എല്ലാവരുടെയും അഭിവന്യ ഗുരു ശൈഖുന AP ഉസ്താദ്. അള്ളാഹു ഉസ്താദിന് ബറക്കത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ അടുത്ത് നടന്നൊരു മീറ്റിങ്ങിൽ ഉസ്താദ് പറഞ്ഞ കാര്യം പങ്കുവച്ചത് ഈ ഗ്രാൻഡ് പാരൻസിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 90ഓളം വയസ്സുള്ള പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞത്, രോഗങ്ങളൊക്കെ ഏറെക്കുറെ മാറി, ഫർള് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്, ഇനി സുന്നത്ത് കൂടെ നിന്ന് നിസ്കരിക്കാൻ എനിക്ക് ആവതാവണം എന്ന് പറഞ്ഞാൽ ഉസ്താദ് രോഗിയായി ഒരു മൂലയിൽ കിടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇനി ഒരുപാട് പണിയെടുത്തു, ഇനി ഒരു മൂലക്കൽ കളിച്ചിരിക്കാൻ, പേരക്കുട്ടികളെ കളിപ്പിച്ചിരിക്കാനല്ല, മുന്നോട്ട് ഇനിയും പ്രവർത്തന ഗോതയിൽ തിളങ്ങാനാണ് ശൈഖുന ഉസ്താദിന്റെ തീരുമാനം. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ സിക്യുവിൽ വർഷത്തിൽ നടക്കുന്ന ഒന്നാണ് വലിയുപ്പ വലിയുമാരുടെ മീറ്റിംഗ്. കഴിഞ്ഞ വർഷം നിങ്ങളോട് ഇതുപോലെയുള്ളൊരു മീറ്റിങ്ങിൽ സംസാരിച്ചിരുന്നു. അന്ന് പങ്കെടുത്ത ഏറെക്കുറെ വലിയുപ്പമാരും ഇവിടെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. ഞാൻ വേഗം മൈക്ക് ഒഴിവാകുന്നതാണെന്നും അറിയിക്കുന്നു. അഷ്റഫ് ഉസ്താദ് സ്റ്റേജിൽ ഞാൻ വിളിച്ചിരുത്തിയത്, ഇനി അടുത്ത നല്ല പരിപാടിയുണ്ട്, അത് നിങ്ങളൊക്കെ അതും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പ്രത്യേകം അറിയിക്കുവാൻ വേണ്ടി കൂടിയാണ്. വിശുദ്ധ ഇസ്ലാമിൽ വലിയുപ്പ വലിയുമ്മമാർക്ക് ഒരുപാട് സ്ഥാനമുണ്ട്. എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികളെ കാണാൻ കഴിയുക എന്നത് തന്നെ ഒരു വലിയുപ്പയെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. മകന്റെ മക്കളായാലും മകളുടെ മക്കളായാലും അത് കണ്ട് ആസ്വദിക്കുക എന്നത് വലിയൊരു സന്തോഷമാണ്. ഒരുപാട് സമ്പത്തുണ്ട്, മക്കളുണ്ട്, പക്ഷേ പേരമക്കളെയൊക്കെ കാണുന്നതിൻ്റെ മുമ്പ് വിട പറഞ്ഞവരിലേക്ക് നാം ഒന്ന് ചിന്തിക്കുക. എന്നാൽ നമുക്കൊക്കെ പേരമക്കളെ കാണാൻ കഴിഞ്ഞു. അവരെ കളിപ്പിക്കാനും ചിറിപ്പിക്കാനും അവരോടുകൂടെ യാത്ര ചെയ്യാനുമൊക്കെ അള്ളാഹു നമുക്ക് ആയുസ് തന്നു. അള്ളാഹു ബറക്കത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് കൊണ്ട് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത് കേരളത്തിലെ ഒരു പ്രമുഖനായ സയ്യിദ് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദുആഇന്റെ കാര്യമെത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മക്കൾക്ക് മാത്രമല്ല ദുആ ചെയ്യേണ്ടത്, മക്കളുടെയും പേരക്കുട്ടികളുടെയൊക്കെ നല്ല ഉന്നതി കണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹുവേ എന്ന് ദുആ ചെയ്യണം എന്ന് ദുആരക്കാൻ വേണ്ടി ആ സയ്യിദ് ഓർമ്മപ്പെടുത്തിയത് ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ദുആ ചെയ്യുന്നത്? അതൊരു സന്തോഷമാണ്. അവരെ കാണാൻ കഴിയുക എന്നതും അവരോടുകൂടെ ജീവിക്കാൻ കഴിയുക എന്നതുമൊന്നും അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ്. കേരളത്തിൽ വിറ്റൊഴിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെലവായ ഗ്രന്ഥമാണ് നമ്മുടെ ശൈഖുന സുൽത്താനുൽ ഉലമയുടെ ആത്മകഥ. ആ ആത്മകഥ, വിശ്വാസപൂർവം എന്ന ആത്മകഥയിൽ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് പേരമക്കളുണ്ട്. ആ പേരമക്കളൊക്കെ ഇൽമിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എനിക്ക് തരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ വല്ലാതെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. ആ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ പേരക്കുട്ടികളെ കാണാൻ കഴിയുന്നത് വലിയ അനുഗ്രഹമാണ്. പേരക്കുട്ടികളെ കളിപ്പിച്ച നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതെങ്കിലും കരസേനാ മേധാവികളെ പോലെ പേരക്കുട്ടികളോട് ഇടപെടുന്ന നേതാവല്ല നമ്മുടെ നേതാവ്. മണ്ണ് തിന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ ഒരു സ്വഹാബി ചീത്ത പറഞ്ഞു അടിക്കാൻ പുറപ്പെട്ടപ്പോൾ ആ സ്വഹാബിയെ വിളിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത്തുറാബ് ലിസ്സിബിയാനി റബീഉ മുഹമ്മദുർ റസൂലുള്ളാഹി. മണ്ണ് കുട്ടികൾക്ക് വസന്തമാണ്. മണ്ണിൽ കുട്ടികൾ കളിക്കട്ടെ, കുട്ടികൾ കളിച്ച് വളരട്ടെ. കുട്ടികൾ കളിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പലതും സംഭവിക്കും. കുട്ടികളുടെ ആരോഗ്യത്തിനും കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും തീരെ കളിക്കാത്ത കുട്ടികൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും.
അന്ന് നമ്മുടെ നേതാവ് പഠിപ്പിച്ചു, അത്തുറാബു ലിസ്ബിയാനി റബീഉ, മണ്ണ് കുട്ടികൾക്ക് വസന്തമാണ്. മുത്തുനബിയുടെ വാക്ക് കേട്ട് ആ സ്വഹാബി അടിപോലും അല്ലെങ്കിൽ ആ ചീത്ത പറയുന്ന സമയം അവിടെ നിർത്തിവെച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അത്രയും കുട്ടികളോട് ഇടപെട്ട നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തിനാണ് മുത്തുനബി പേരക്കുട്ടികളെ കളിപ്പിച്ചത്? എന്തിനാണ് പേരക്കുട്ടികൾക്ക് വേണ്ടി ഉമ്മ വെക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കുനിഞ്ഞു കൊടുത്തത്? ഇതെല്ലാം സമൂഹം പഠിക്കാനാണ്. ആ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കടമ വാപ്പയേക്കാളും ഉമ്മയേക്കാളും ഒരുപക്ഷെ വലിയുപ്പമാരുടെ ചുമലിലുണ്ട്. വലിയപ്പയുടെ കളിതമാശകൾ കേട്ട്, വലിയപ്പയുടെ നല്ല ജീവിത ശൈലി കണ്ടായിരിക്കും ചില മക്കൾ നന്നാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ GQ എന്ന വലിയ സംവിധാനം, നേരത്തെ അസ്ഹരി ഉസ്താദ് പറഞ്ഞതുപോലെ ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് ക്യാമ്പസുകളുള്ള മർക്കസിന്റെ കീഴിലുള്ള ഈ വലിയ സംവിധാനം അൽഹംദുലില്ലാഹ് എല്ലാ വർഷവും ഇങ്ങനെ ഒരു വലിയുമ്മമാരെ വിളിച്ചു ചേർക്കുന്നത്. ഇതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ജീവിത ശൈലി കണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കണ്ട് നമ്മുടെ പേരക്കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ കുട്ടിയുടെ ഉപ്പ വിദേശത്തായിരിക്കും. ആ കുട്ടിയെ പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ട, അല്ലെങ്കിൽ മദ്രസയിൽ ചേർത്തേണ്ട, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് പ്രിയപ്പെട്ട വലിയുപ്പമാരായിരിക്കും. ആ വലിയുപ്പമാരും വലിയുമ്മമാരും ഒരു കാരണവശാലും പേരക്കുട്ടികളോട് ശാപവർത്തമാനങ്ങൾ പറയാൻ പാടില്ല. അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. ആ കുട്ടികളെ എന്ത് നന്മ കണ്ടാലും ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ GQയിലെ കുട്ടികൾ, അവർ ഖുർആനുമായി ബന്ധപ്പെട്ട കുട്ടികളാണ്. ചെറുപ്പത്തിലെ ഖുർആനാണ് അവർ കേൾക്കുന്നത്, ഖുർആനാണ് അവർ പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളിലുള്ള നന്മ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വരണം. എൻ്റെ കുട്ടി ഇങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല പ്രോത്സാഹനം. ഒരുപാട് സ്ഥലങ്ങളിൽ ഉപ്പമാരുടെ ഉമ്മമാരുടെ നല്ല പ്രോത്സാഹനം ഉണ്ടായിരിക്കും. പക്ഷേ വലിയുപ്പമാര് ചോദിക്കും, ഇവിടെ അങ്ങനെ ഇല്ല, ഇവിടെ വലിയുപ്പമാര് വലിയമ്മമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. എന്നാലും ഞാൻ പറയുന്നു, ചോദിക്കും, എന്തിനാണ് കുട്ടിയെ ഇപ്പോൾ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ തന്നെ ഇങ്ങനെ അവിടെ കൊണ്ടുപോയിടുന്നത്? ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ആ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മുടെ നല്ലോണം സപ്പോർട്ട് കൊടുക്കണം. നേരത്തെ ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിൽ ഓർമ്മപ്പെടുത്തിയല്ലോ, ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ ഇതുപോലെയുള്ള സംവിധാനത്തിൽ കൊണ്ടുവന്ന് ചേർത്താൽ അൽഹംദുലില്ലാഹ് ആ മക്കളുടെ ഭാവി കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് 5 കുട്ടികളാണ് ഖുർആൻ മുഴുവനും പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടത്. കേരളത്തിലെ മർക്കസ് അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ വർഷം ഇവിടുത്തെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും കഴിഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചു. എന്താണ് അവർക്ക് പ്രചോദനമായത്? 3 വയസ്സ് മുതൽ വിശുദ്ധ ഖുർആനാണ് ആ മക്കൾ കേൾക്കുന്നത്. 3 വയസ്സ് മുതൽ തിരുനബിയുടെ ചരിത്രമാണ് അവർ കേൾക്കുന്നത്. ഒരുപാട് ഹാഫിളീങ്ങളുടെ ചരിത്രമാണ് അവർ കേൾക്കുന്നത്. ആ മക്കൾക്ക് മനസ്സിൽ വന്നു, എനിക്കും ഖുർആൻ ഹാഫിളാകണം. ഇവിടുന്ന് പഠിത്തത് ഒരു ജുസാണെങ്കിൽ തബാറക്കയും അതുപോലെ വാഖിയയും യാസീനും സബുഅൽ മുൻജിയാത്തുമാണെങ്കിൽ ഇനി അങ്ങോട്ട് തുടരെ പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അവർ 5 കുട്ടികളാണ് കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് വിവിധ ഹിഫ്ളുൽ ഖുർആൻ കോളേജിലേക്ക് പോയത്. പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള വലിയ സംവിധാനത്തിലേക്ക് വലിയൊരു ചുവടുവെപ്പും കൂടിയാണ് നമ്മുടെ ഈ GQ സംവിധാനം. GQയുടെ സംവിധാനത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിൽ അതിൻ്റെ മേധാവികൾ പറഞ്ഞു, കേരളത്തിൽ ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളിൽ ഏറ്റവും കൂടുതൽ വന്നു ചേരുന്നത് അൽഹംദുലില്ലാഹ് നമ്മുടെ GQയിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. അവരാണ് നമ്മുടെ GQ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവനുമുള്ള GQ വിദ്യാർത്ഥികളാണ് അവിടെ അഡ്മിഷൻ തേടി വരുന്നത്. പിന്നെയും അവർ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലഹരിയിലേക്ക് പോവുകയാണ്. അതിനെ നമ്മൾ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട വലിയുപ്പമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്.
നമ്മുടെ മക്കളെ സ്നേഹിച്ചാലേ നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ. സ്നേഹിക്കാത്ത ഒരാൾക്കും ഒരു സ്നേഹവും തിരിച്ചു കിട്ടുകയില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത്. മക്കളോട് ചിരിച്ചുകൊണ്ട് കളിതമാശകൾ പറഞ്ഞുകൊണ്ട് അവരോടുകൂടെ ഒരാളായി ഇടപെട്ട നേതാവാണ് നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വിഷയങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ആറ്റിക്കുറുക്കി ഞാൻ വളരെ ചുരുക്കി അവതരിപ്പിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നു, മുത്തുനബി ഒരു സദസ്സിൽ മുത്തുനബി സദസ്സിൽ കയറി വന്നപ്പോ അവിടെ തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളുണ്ട്, സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ തങ്ങളെ മുത്തുനബി ചുംബിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. ആ സ്വഹാബി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു പോയി, മുത്തുനബി ഒരു സദസ്സിൽ വെച്ച് ചെറിയ കുട്ടികളെ ചുംബിക്കുകയോ? ഇത് തോന്നിയപ്പോ മുത്തുനബി അദ്ദേഹത്തോട് ചോദിച്ചു, നീ ചുംബിക്കാറില്ലേ? അദ്ദേഹം പറഞ്ഞു, മുത്തുനബിയെ, ഇന്നലി, എനിക്കുണ്ട്. അദ്ദേഹം പറയുകയാണ്, 10ലേറെ മക്കൾ എനിക്കുണ്ട്, ഒരു കുട്ടിയെപ്പോലും ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആ സ്വഹാബി പറഞ്ഞപ്പോ മുത്തുനബി ദേഷ്യം പിടിച്ചു. മുത്തുനബി പറഞ്ഞത് എന്താണെന്നറിയോ? കരുണ ചെയ്യാത്തവർക്ക് അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കേണ്ടതില്ല. കുട്ടികൾക്ക് ഉമ്മ വെക്കുന്നത് പോലും റഹ്മത്താണ്, കരുണയാണെന്നാണ് നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ കുട്ടികളെ നമ്മിലേക്ക് ചേർത്ത് പിടിച്ച്, ആ നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ പറഞ്ഞല്ലോ, ഒരു ഉപ്പയിൽ നിന്ന് എന്തൊക്കെ സ്നേഹം കിട്ടണമെന്ന് അത് കിട്ടി അനുഭവിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ. അവരുടെ ഉപ്പ നമ്മുടെ ഈ നെയ്സ് ക്യാമ്പസിന്റെ എല്ലാമായ മാസത്തിൽ നമ്മുടെ നെയ്സ് ക്യാമ്പസിൽ നടക്കുന്ന ആ ബറക്കത്താക്കപ്പെട്ട സ്വലാത്ത് മജ്ലിസ് സ്ഥാപിച്ച ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങളുപ്പാപ്പ, അള്ളാഹു അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, അവരുടെ മദദ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ ഉപ്പയിൽ നിന്ന് പഠനത്തിനും മറ്റുമെല്ലാം എല്ലാ നിലക്കും സപ്പോർട്ട് ലഭിച്ച ഒരു മകനാണ് ബഹുമാനപ്പെട്ട തങ്ങളും തങ്ങളുടെ സഹോദരങ്ങളും. അതുകൊണ്ടാണ് തങ്ങൾ നേരത്തെ പറഞ്ഞത്, ചില സമയങ്ങൾ വലിയുപ്പമാരെ, വലിയുമ്മമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നാം ഒഴിച്ചു വെക്കണം. ഈ അടുത്ത് കേരളത്തിൽ ഒരു വലിയൊരു പത്രത്തിൽ വന്ന ഒരു ലേഖനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു കേരളത്തിലെ ഒരു വലിയ സ്കൂളിലെ ഒരു അധ്യാപികയാണ് ആ ലേഖനം എഴുതുന്നത്. ആ ലേഖനത്തിൽ വിദ്യാർത്ഥികളുമായി ആ ടീച്ചർക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആ ടീച്ചർ പറയുകയാണ്, ഒരു ദിവസം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എല്ലാവർക്കും ഒരു കടലാസ് കൊടുത്തു പറഞ്ഞു, ഈ കടലാസിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതണം. എല്ലാവരും ഉത്തരം എഴുതണം. എന്താണ് ചോദ്യം? നിങ്ങൾക്ക് എന്താകാനാണ് ഭാവിയിൽ ആഗ്രഹം? നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വലിയമാര് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ പത്രത്തിൽ വന്ന വാർത്ത ഒരു ലേഖനം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഓരോ കുട്ടികൾ അവരുടെ ഭാവി എഴുതി. ഡോക്ടറാകണം, IAS കാരനാകണം, IPS കാരനാകണം, എഞ്ചിനീയർ ആകണം. അവർക്കുള്ള ഓരോന്നും അവരെഴുതി. ഒരു കുട്ടി എഴുതിയത്, എനിക്ക് ഭാവിയിൽ ഒരു TV ആകണം, ഒരു ടെലിവിഷൻ ആകണം. ഇങ്ങനെ ഒരു മറുപടി ഈ ടീച്ചറുടെ ജീവിതത്തിൽ ആദ്യമായാണ്. ഇങ്ങനെ ഒരു മറുപടി ഒരു കുട്ടിയിൽ നിന്നും ഇന്ന് വരെ ടീച്ചർക്ക് കിട്ടിയില്ല. ഈ കുട്ടിയുടെ പേര് നോട്ട് ചെയ്തു വെച്ചു. ആ കുട്ടിയെ പിന്നീട് വിളിച്ചുകൊണ്ട് ഈ ടീച്ചർ ചോദിച്ചു അത്രേ. ആ ടീച്ചർ തന്നെ എഴുതുകയാണ്, മോനെ, നീ എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? ആ കുട്ടി വാചാലനാവുകയാണ്. പ്രിയപ്പെട്ട ടീച്ചറെ, ഞാൻ എഴുതാനുള്ള കാരണം, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ രണ്ടുപേരും ജോലിക്കാരാണ്. എൻ്റെ വീട്ടിലൊരു ജോലിക്കാരിയുമുണ്ട്. എൻ്റെ ഉപ്പയും ഉമ്മയും രാവിലെ ജോലിക്ക് വേണ്ടി പോകും. അവർ വൈകുന്നേരം തിരിച്ചു വരും. ഞങ്ങളും സ്കൂളിലേക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും. ഞങ്ങൾക്ക് വീട്ടിൽ ആരോടും സംസാരിക്കാനില്ല, ഒന്നും പറയാൻ, ഒരു സങ്കടവും പറയാൻ, സ്കൂളിൽ നിന്ന് ലഭിച്ച മാർക്കിന്റെ സന്തോഷം പങ്കിടാൻ, ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ലഭിച്ച മാർക്കിന്റെ സന്തോഷം പങ്കിടാൻ
സ്കൂളിൽ നിന്ന് ലഭിച്ച സ്റ്റാർ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളെ രക്ഷിതാക്കൾ വൈകുന്നേരം അവരെ ജോലി കഴിഞ്ഞ് വന്നാൽ അവർ TV കണ്ടിരിക്കും, അവർ രാത്രി വരെ TV കണ്ടിരിക്കും. ഞങ്ങൾ അടുത്തോട്ട് പോയാൽ ഞങ്ങളെ പായിപ്പിക്കും. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു, ഭാവിയിൽ ഞാനൊരു TV ആയാൽ എന്നെ എൻ്റെ മക്കൾ കണ്ടിരിക്കുമല്ലോ. അതാണ് ഞാൻ എഴുതാനുള്ള കാരണം. ഇതെൻ്റെ പ്രിയപ്പെട്ട വലിയപ്പമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട്, പേരക്കുട്ടികളോട് സംസാരിക്കാൻ സമയം കാണണം. ഈ അടുത്ത് വന്ന മറ്റൊരു വാർത്ത കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്താണ്? കേരളത്തിൽ സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ കൂടിക്കൊണ്ടുവരികയാണ്. അതിനെക്കുറിച്ചൊരു പഠനം നടത്തി. ആരെ കുട്ടികളാണ് കൂടുതൽ പഠിക്കാൻ സംസാരിക്കാത്തത്, അതുപോലെ തന്നെ ആരെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അംഗവൈകല്യം വരുന്നത്. പത്രത്തിൽ വന്ന ചില വാർത്തകളാണ്. ഈ പഠനത്തിൽ അവർ കണ്ടു അവർക്ക് പിടുത്തം കിട്ടുന്നത്, അതായത് സംസാരിക്കാൻ കഴിയാതെ പോയ കുട്ടികൾ ആരാണ്? വലിയൊരു ശതമാനം ചെറുപ്പത്തിൽ ഈ മക്കളുമായി അവരെ സംസാരിപ്പിക്കാൻ സമയം കാണാത്ത രക്ഷിതാക്കളുടെ, വലിയപ്പമാരുടെ പേരക്കുട്ടികളാണ്. ഒന്നും അവരോട് സംസാരിക്കുകയില്ല, ഒന്നും മിണ്ടുകയില്ല. അങ്ങനെ പോയ രക്ഷിതാക്കളുടെ, വലിയപ്പമാരുടെ, വലിയമ്മമാരുടെ പേരക്കുട്ടികളിൽ പോലും ഇതുപോലെയുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റോൾ മോഡൽ, പേരക്കുട്ടികളെ മാറിലേക്ക് ചേർത്ത് പിടിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ രംഗങ്ങളിലും കളി ഗ്രൗണ്ടിൽ നിന്ന് ഓടി വരുന്ന പ്രിയപ്പെട്ട പേരക്കുട്ടികൾ, ആ ചളിയോടുകൂടെ ഓടി വരുന്ന പേരമക്കൾ. നമ്മളൊക്കെയാണെങ്കിൽ എന്താണ് ചെയ്യുക? ചളി എൻ്റെ മേത്താക്കരുത്, പോടെന്ന് പറഞ്ഞു വന്ന് പേടിപ്പിച്ച് പായിപ്പിക്കും. പിന്നെ കുട്ടികൾ ജീവിതത്തിൽ ആ വല്ലിപ്പാൻ്റെ അടുത്തേക്ക് പോകൂല. അങ്ങോട്ട് പോകണ്ട, അത് സിംഹാണ്, അത് നരിയാണ്, ആ സിംഹക്കൂട്ടിലേക്ക് ഇനി ഇല്ല എന്ന് മക്കൾ ധരിക്കും, പേരക്കുട്ടികൾ ധരിക്കും. കുട്ടികൾ സ്കൂള് വിട്ട് വന്ന് മേത്തൊക്കെ ചിലപ്പം ചളിയുണ്ടാകും, ചിലപ്പോൾ പൊടിയുണ്ടാകും, കാലിൽ നല്ലോണം ചേറുണ്ടാകും. ഈ കുട്ടികൾ പെട്ടെന്ന് വീട്ടിലേക്ക് കണ്ട് കയറുമ്പോ കലകാതെ കയറരുത്, നല്ലോം കേക്ക്, എൻ്റെ കാലിൽ എന്താണ്, അങ്ങനൊന്നും പറഞ്ഞ് കുട്ടികൾ ഇടങ്ങാറാക്കരുത്. സുബ്ഹാനല്ലാഹ്. ചളിയിൽ പുരണ്ട മുത്തുനബിയുടെ പേരക്കുട്ടി മുത്തുനബിയുടെ മുന്നിലേക്ക് വരുമ്പോ മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി പോകുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എന്താണ് കാണിച്ചത്? ചരിത്രത്തിൽ കാണാം. ഹുസൈനാര മുഖത്ത് നല്ലോണം, ശരീരത്തിൽ നല്ലോണം ചേറുണ്ട്, നല്ലോണം പൊടിയുണ്ട്. മുത്തനബിക്ക് മനസ്സിലായി, കളി ഗ്രൗണ്ടിൽ നിന്ന് എൻ്റെ പേരക്കുട്ടി തെരഞ്ഞു വരുന്നത് എന്നെ ചുംബിക്കാനാണ്. ഇവിടുന്ന് ഞാൻ പായിപ്പിക്കാൻ പറ്റൂല, ഞാൻ ഓടിപ്പിക്കാൻ പറ്റൂല, ഞാൻ ദേഷ്യം പിടിക്കാൻ പറ്റൂല. മുത്തുനബി അവിടുത്തെ മുതുക് താഴ്ത്തി ചുംബിക്കാൻ വേണ്ടി ആ കുട്ടിക്ക് മുത്തുനബി താഴ്ന്നു കൊടുത്തു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട വലിയുമ്മമാരെ, നാമും അങ്ങനെയല്ലേ മക്കളെ വളർത്തേണ്ടത്? എൻ്റെ കുട്ടിയെ കൊണ്ട് എനിക്കൊരു മായും വീടിന്റെ ഉപകാരം പോലും കിട്ടിയിട്ടില്ല എന്ന് ഒരു പേരക്കുട്ടിയെ പറ്റി ഒരു വലിയപ്പ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ആശങ്ക പറഞ്ഞപ്പോ ആ വലിയപ്പയോട് ഈ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ ചെറുപ്പത്തിൽ ആ പേരക്കുട്ടികൾക്ക് ഒരു മിഠായി വാങ്ങി കൊടുത്തിട്ടുണ്ടാവൂല, അവരെ ഒന്നും നിങ്ങൾ നല്ലതൊന്നും ചെയ്തിട്ടുണ്ടാവൂല, നല്ലയിടത്തേക്കൊന്നും കൊണ്ടുപോയിട്ടുണ്ടാവൂല, അതുകൊണ്ടായിരിക്കും എന്ന് മറുപടി പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് യാതൊരു പിന്നീട് ഇങ്ങോട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്ന് ആ ഉസ്താദും പങ്കുവെച്ചത് ഇപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നാം ചേർത്ത് പിടിക്കണം. മക്കൾ MDMലേക്ക് പോകുന്ന വാർത്തകൾ നമ്മുടെ പരിസരത്ത് നിന്ന് എമ്പാടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂളിൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരു പെൺകുട്ടിയെ പിടിക്കപ്പെട്ടപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇനി പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂളിലേക്ക് ചേർക്കുക എന്ന് കരുതി ആ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയി ചേർത്തു.
അനുഭവസ്ഥർ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അതിലും വലിയ ലഹരി ഉപയോഗിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. കാലിന്റെ അടിയിൽ ബ്ലേഡ് കൊണ്ട് പ്രത്യേകം അവിടെ ഒന്ന് തുരന്ന് അവിടെ രാവിലെ ലഹരി വെച്ച് സ്കൂളിൽ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാരാ കൊടുക്കുന്നത്? പെൺകുട്ടികൾ തമ്മിലാണ്. ഇങ്ങനെ ഒരു രക്ഷിതാവ് പങ്കുവെച്ചത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? നമ്മൾ ശ്രദ്ധിക്കാൻ. ചെറുപ്പത്തിലെ നല്ല രൂപത്തിൽ വളർത്തിയാൽ കുട്ടികൾ തെറ്റിപ്പോവുകയില്ല. കുട്ടികൾ നമ്മുടെ കൂടെയുണ്ടാകും. സിക്കിയിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു സാധനവുമായി നമ്മുടെ മുന്നിലേക്ക് വന്നാൽ നമ്മൾ ജസാക്കല്ലാഹു ഖൈർ എന്ന കുട്ടിയോട് പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളിൽ നിന്നും അത് അനുഭവിച്ചവരാണ് ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വലിയപ്പ വലിയമ്മമാർ. ഒരു വലിയപ്പ എന്നോട് പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ ജസാക്കല്ലാഹു ഖൈർ എന്ന് ഈ വലിയപ്പയോട് ഈ കുട്ടി പറയിപ്പിച്ചു. ഒരു സാധനം കൊണ്ടുപോയി കൊടുത്തപ്പോ കുട്ടി പറയിപ്പിച്ചു ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയും ഉപ്പപ്പാന്ന്. ഉപ്പത് പറഞ്ഞപ്പോ ആ കുട്ടി പറയാ ആമീൻ വ ഇയ്യാക്കും. ഇത് എവിടെ നിന്ന് കിട്ടിയത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ZQ സംവിധാനത്തിൽ നിന്ന് നമ്മുടെ മക്കൾ പഠിക്കുകയാണ്. നമ്മുടെ മക്കൾ ഇത് അറിയുകയാണ്. എല്ലാ ദിക്റുകളും അവർ ഉരുവിടുകയാണ്. അൽഹംദുലില്ലാ. ആ വലിയപ്പനോട് പങ്കുവെച്ചു, ഇക്കാലം വരെ എനിക്ക് എന്തെല്ലാം സഹായങ്ങൾ ആരെല്ലാം ചെയ്തു തന്നു, എനിക്ക് പലവരും ചെയ്തു തന്നു. ആരോടും ഇന്നോളം ഞാനൊരു ജസാക്കല്ലാഹു ഖൈർ പഠിച്ചിട്ടില്ല. നിങ്ങളെ ZQയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അത് എൻ്റെ പേരക്കുട്ടിയാണ്, അങ്ങനെ പറയണമെന്നും അങ്ങനെ പറഞ്ഞാൽ പ്രത്യുത്തരമായി ഇങ്ങനെ ദുആ ചെയ്യണമെന്നും ആ ചെറിയ കുഞ്ഞു ബാലനാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഇത് വല്ലാത്തൊരു സംവിധാനമാണ് കേട്ടോ എന്ന് ആ വലിയപ്പനോട് പങ്കുവെക്കുകയാണ്. ഇത് ഒന്ന് മാത്രമല്ല, നമ്മുടെ ഈ സംവിധാനത്തിലേക്ക് ഓരോ വർഷവും കേരളത്തിലുള്ള മുഴുവൻ ZQ ക്യാമ്പസുകളിലും കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത് ആരാണ്? അയൽവാസികളായ കുഞ്ഞ് ZQയിൽ വരുന്നു. അവരുടെ ജീവിത ചുറ്റുപാട് ഈ പ്രിയപ്പെട്ട ഈ രക്ഷിതാക്കൾ കാണുന്നു. അവരോതുന്നതും അവർ ചൊല്ലുന്നതും അവർ ദിക്റ് ചൊല്ലുന്നതും അവർ സ്വലാത്ത് ചൊല്ലുന്നതും ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിയെ കൂടെ അവിടെ ചേർക്കണമെന്ന് എല്ലാവർക്കും മനസ്സ് വരികയാണ്. അങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കുട്ടികൾ കൂടിക്കൊണ്ടുവരുന്നത്. അൽഹംദുലില്ലാ, ഈ വർഷവും നമ്മുടെ നൈസ് ക്യാമ്പസിൽ അടുത്ത വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നിലേറെ ക്ലാസുകൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതൊക്കെ ഈ കുട്ടികളുടെ ജീവിത ചുറ്റുപാട് കണ്ട് അവരുടെ ജീവിത ശൈലി കണ്ടാണ് പഠിക്കുന്നത് മറ്റുള്ളവർ നമ്മിലേക്ക് കയറി വരുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തി വരുന്നത് ആ പിഞ്ചു മക്കളെ ഇനിയും മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകണം. നല്ലോണം അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. മാത്രമല്ല, ഒരു പേരക്കുട്ടിയെയും നാം വേർതിരിച്ചു കാണരുത്. മകന്റെ കുട്ടിയെയും മകളെ കുട്ടിയെയും ഒരേ കണ്ണുകൊണ്ട് കാണാൻ ഓരോ വലിയുമ്മമാർക്കും സാധിക്കണം. വലിയപ്പമാരങ്ങനെ കാണുമെങ്കിലും ചില വലിയുമ്മമാരെങ്കിലും കുട്ടികളോട് വല്ലാതെ താല്പര്യം, കുട്ടികളോട് അത്ര താല്പര്യമില്ല. ഇങ്ങനൊരവസ്ഥ ഉണ്ടാകരുത്. രണ്ടും എൻ്റെ പേരക്കുട്ടികളാണ്. ആ പേരക്കുട്ടികളോട് രണ്ട് കുട്ടികളോടും നല്ലോണം താല്പര്യം കാണിക്കണം. ഒരു കൂട്ടർക്ക് പ്രത്യേക പരിഗണന അങ്ങനെയില്ല. രണ്ടു കൂട്ടർക്കും ഒരുപോലെ പരിഗണന നാം കൊടുക്കണം. നമ്മുടെ മക്കൾ ഖുർആൻ ഓതുമ്പോൾ അതിലെ തെറ്റുകൾ ചൂടായി ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്യേണ്ടത്. അവരെ നല്ലവണ്ണം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ഖുർആനോത്ത് നമ്മുടെ വീട്ടിൽ ഒരു അലങ്കാരമാക്കി മാറ്റണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഫഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. നമ്മുടെ ZQയിൽ ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ വല്ലാത്തൊരു ആനന്ദമാണ്. എല്ലാവരും ഖുർആനിന്റെ ആളുകളാവുകയാണ്. ഇങ്ങനെ ആളുകളായി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആൻ ഓതുന്ന കുടുംബത്തിന്, ഖുർആൻ ഓതുന്ന ആ ഖുർആനിന്റെ ആളുകൾക്ക് ZQയിൽ ചേർത്ത ആ വാപ്പക്കും ഉമ്മക്കും മാത്രമല്ല
ലി അസ്ഹാബിഹി, ആരൊക്കെയാണോ അതിന്റെ പ്രചോദനം, ആ വലിയുപ്പ, ആ വലിയുമ്മ, എല്ലാവരും അതിൽ കൊണ്ടു. ഈ ഖുർആനിന്റെ ആളുകൾ ആരൊക്കെയാണോ അവർക്കൊക്കെ ശഫീഅൻ ലി അസ്ഹാബിഹി, ആ ഖുർആനിന്റെ ആളുകൾക്ക് ഈ ഖുർആൻ നാളെ ശുപാർശ ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പൊ ചില്ലറയല്ല ഈ സംവിധാനം. നേരത്തെ ഒരു ജുസ് മനപ്പാഠമാക്കിയ ആ ചെറിയ മക്കൾക്ക് ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ ഇവിടെ വെച്ച് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ആ ഖുർആൻ മനപ്പാഠമാക്കിയ മക്കളെ നിങ്ങളാണ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വലിയുപ്പമാരെ, നിങ്ങളാണ് മക്കളെ കൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. ഓരോ ദിവസവും ആ പഠിച്ച ഓരോ സൂറത്തെങ്കിലും പ്രിയപ്പെട്ട വലിയുപ്പമാരെ, നിങ്ങളൊന്ന് വലിയുമ്മമാരെ ആ മക്കളെ കൊണ്ട് ഓതിപ്പിച്ചാൽ ആ മക്കൾ ഒരിക്കലും മറക്കുകയില്ല. ഖുർആനിനൊരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? ഖുർആൻ പഠിച്ചത് പെട്ടെന്ന് മറന്നുപോകും. അത് ഒരു ഒട്ടകത്തെ കയറൂരി വിട്ടതുപോലെയാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഒട്ടകത്തെ കയറൂരി വിട്ടാൽ അതങ്ങനെ പോകും. മുസ്ഹഫ് ഖുർആൻ അത് പഠിച്ചത് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മറന്നുപോകും. ഏത് ചെറിയ സൂറത്താണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ചിലപ്പോൾ ഫാത്തിഹോദി യാസീനിലെത്തും, യാസീനോദി ഫാത്തിഹയിലെത്തും, അങ്ങനെയൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ ഈ സീക്കിയിൽ നിന്ന് പഠിച്ച പ്രത്യേകിച്ചൊരു ജുസ് മനപ്പാഠമാക്കിയ മക്കളെ കൊണ്ട് വലിയുപ്പമാർ, വലിയുമ്മമാർ, നേരത്തെ പറഞ്ഞ കുറ്റമ്പാറ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കരസേനാ മേധാവിയുടെ രൂപത്തിലല്ല, നല്ല രൂപത്തിൽ സുബ്ഹാനല്ലാഹ് ഓരോ ദിവസവും അല്പാൽപ്പം ഓതിപ്പിച്ചാൽ ആ മക്കളെ മനസ്സിൽ നിന്ന് ഒന്നും മാറിപ്പോവുകയില്ല. അതവിടെ തന്നെയുണ്ടാകും. ഖുർആൻ അല്പം ഹൃദയത്തിലുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. തീരെ ഖുർആൻ ഒരാളെ മനസ്സിലില്ലെങ്കിൽ, ഒരാളെ ഹൃദയത്തിലില്ലെങ്കിൽ, ഖുർആനുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ അവനെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഫഇന്നഹു കബൈത്തിൽ ഖരിബ്, പൊളിഞ്ഞു വീഴാറായ അല്ലെങ്കിൽ പൊളിഞ്ഞു വീണ വീട് പോലെയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ നമ്മുടെ മക്കൾ അങ്ങനെ ആകാൻ പാടില്ല, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഖുർആൻ കൊണ്ട് ഒരല്പമെങ്കിലും നമുക്ക് ബന്ധമുണ്ടാകണം. ആ ബന്ധത്തിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള നല്ല നല്ല സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രത്യേകിച്ച് വലിയുമ്മമാരുടെ കടമയാണ്. അവരാണ് നല്ലവണ്ണം ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പഴയ കാലത്തെ പോലെയല്ല. പഴയ കാലത്ത് ഈ വലിയുപ്പമാർ, വലിയമ്മമാർ ഖുർആൻ പഠിക്കാൻ എത്ര പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, എത്ര നടന്നു പോയിട്ടുണ്ടായിരിക്കും. ഈ പൈങ്ങോട്ടൂരിലാണെങ്കിലും പരിസരത്താണെങ്കിലും അന്ന് മദ്രസ എവിടെയായിരിക്കും, അന്നൊരു ഓത്തുപള്ളി എവിടെയായിരിക്കും, അന്നൊരു മല്ലാക്കയുടെ മുന്നിലെത്താൻ എത്ര പ്രയാസമായിരിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം, എത്രയാണ് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ടത്. അന്ന് എത്ര അടികിട്ടിയാണ് പഠിച്ചത്. അൽഹംദുലില്ലാഹ്, ഇന്ന് അടിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പൊരേന്ന് പഠിപ്പിക്കേണ്ട, ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നത് പൊരേന്ന് പഠിപ്പിക്കേണ്ട ആവശ്യവുമില്ല. എല്ലാം ക്ലാസ് റൂമിൽ തന്നെ സംവിധാനിച്ചൊരു സിസ്റ്റം. നിങ്ങൾ വായിച്ചില്ലേ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നത്? അടുത്ത അധ്യയന വർഷം മുതൽ കേരളത്തിലെ സ്കൂളുകളിൽ ബാക്ക് ബെഞ്ച് സംവിധാനം ഇല്ലാതാക്കുകയാണ്. ഇത് എവിടുന്നാണ് ഇവർക്ക് കിട്ടിയത്? ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ആ സംവിധാനം LP സ്കൂളിൽ ആദ്യം ഇല്ലാതാക്കുകയാണ്. എവിടുന്നാണ് ഇത് കിട്ടിയത്? കാന്തപുരം ഉസ്താദിന്റെ CQ സംവിധാനത്തിൽ നിന്ന് മാത്രം. ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു സ്കൂൾ സംവിധാനം ആദ്യം തുടങ്ങിയതാരാണ്? ബാക്ക് ബെഞ്ച് സംവിധാനമില്ലാതെ എല്ലാവരെയും കാണുന്ന രൂപത്തിൽ പഠിപ്പിക്കുന്ന സംവിധാനം കാന്തപുരം ഉസ്താദാണ്. ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ CQ സംവിധാനമാണ്. നാം അത് മനസ്സിലാക്കണം. നമ്മുടെ ചവിട് വെച്ചുകൊണ്ട്, നമ്മെ കണ്ടുകൊണ്ട് പലവരും ചവിട് വെച്ച് അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. സിക്കിയിൽ പഠിപ്പിക്കുന്ന ഇവിടുത്തെ ടീച്ചേഴ്സ് എത്ര കഠിനമായ ട്രെയിനിങ് ആണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രയാസകരമായ ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിന് മാസങ്ങളോളം, ആഴ്ചകളോളം, മണിക്കൂറുകളോളം
ഇരുന്നു കൊണ്ടാണ് അവരിങ്ങനെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്, എങ്ങനെ മക്കളെ പഠിപ്പിക്കണം, എങ്ങനെ ഓതിക്കൊടുക്കണം, എങ്ങനെ അവരോട് പെരുമാറണം എന്നെല്ലാം. ഏത് കുരുത്തക്കേടുള്ള കുട്ടിയാണെങ്കിലും അവരാ കുട്ടിയെ നല്ല രൂപത്തിൽ പരുവത്തിലാക്കുന്നു. ഇതൊക്കെ അവർക്ക് ലഭിച്ച നമ്മുടെ ZIKI സംവിധാനത്തിലെ ട്രെയിനർമാരിൽ നിന്ന് ലഭിക്കുന്ന വല്ലാത്ത ഒരു ട്രെയിനിങ് ആണ്. ഇങ്ങനെയൊക്കെ അവർക്ക് പഠിപ്പിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ കഠിനമായ പ്രയാസകരമായ ഒരുപാട് ട്രെയിനിങ് കഴിഞ്ഞവരാണ് ZIKIയിലെ ഇന്ത്യ രാജ്യത്തെയും പുറത്തുമുള്ള മുഴുവൻ ടീച്ചേഴ്സും. അവർ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഒരു ക്ലാസ്സിൽ തന്നെ 3 ടീച്ചർമാർ കൂടിയിട്ടാണ് ഒരു ക്ലാസ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ആനന്ദം എങ്ങനെയുണ്ടായിരിക്കും? നല്ലത് മാത്രം പഠിപ്പിക്കുന്ന, നല്ലത് മാത്രം കുട്ടികളെ ചിന്തിപ്പിക്കുന്ന, ചെറുപ്പം മുതലേ കുട്ടികളുടെ ചെവിട്ടിൽ കേൾക്കുന്നത് എന്താണ്? ഖുർആൻ. എത്ര സന്തോഷമായിരിക്കും ഒരു കുട്ടിയുടെ ചെവിട്ടിൽ ആദ്യം കേൾക്കുന്നത്. അത് നല്ല വാചകമാണെങ്കിൽ, അത് നല്ല രൂപമാണെങ്കിൽ ആ കുട്ടി നന്നാകാൻ പോലും അത് കാരണമാണെന്നല്ലേ മഹത്തുക്കൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബാങ്ക് കൊടുക്കണം ആദ്യം കുട്ടി ജനിച്ചാൽ, ഇടത് ചവിടിൽ ഇഖാമത്തും കൊടുക്കണം. അത് നല്ലത് കേൾക്കാനാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ലതേ നമ്മുടെ മക്കൾ കേൾക്കാവൂ, നല്ലതേ നമ്മുടെ മക്കളെ കേൾപ്പിക്കാവൂ, നല്ലതേ നമ്മുടെ മക്കളെ കൊണ്ട് പാടിപ്പിക്കാവൂ. ഇതിനൊക്കെയുള്ള നല്ലൊരു സംവിധാനമാണ് നമ്മുടെ ZIKI സംവിധാനം. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാലിഹീങ്ങളെ കഥ പറഞ്ഞു കൊടുക്കണം. അതിന് ഏറ്റവും നല്ലത് വലിയുപ്പമാരാണ്. ഇന്നത്തെ ഉപ്പമാർക്ക് പഴയ കഥകളൊന്നും അറിയില്ല. മമ്പുറന്തങ്ങളെ കഥ അറിയണമെങ്കിൽ, മാമുക്കോയത്തങ്ങളെ കഥ അറിയണമെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഒരു ഉപ്പ ഈ മാമുക്കോയത്തങ്ങളെ ഉറൂസിന് എന്നെ വിളിച്ച് ചോദിച്ചു. കുട്ടിയെ കൊണ്ടുപോയതാണ് മാമുക്കോയത്തങ്ങളെ ഉറൂസിലേക്ക്. അവിടെ കുറെ അപ്പങ്ങൾ കണ്ടപ്പോ ആ ഉപ്പ അവിടുന്ന് വിളിച്ചു. ഈ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, അംജദി, ഈ അപ്പങ്ങളുടെ രഹസ്യം എന്താണ്? ഈ അപ്പങ്ങളുടെ ചരിത്രം എന്താണ്? ഇത് ആ ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് വല്യപ്പാണെങ്കിലോ അപ്പം പറഞ്ഞു കൊടുക്കും, മോനെ ഈ അപ്പം കെടുമ്പപ്പമാണ്, ഇത് കെടുമ്പെന്ന രോഗത്തിന് ഇങ്ങോട്ട് നേർച്ചയാക്കും. അതുപോലെ തന്നെ അവിടെ പലതും കാണും. സുബ്ഹാനല്ലാഹ്, ഒരുപാട് അപ്പങ്ങൾ ഇങ്ങനെ നേർച്ചയാക്കുന്നു. ഇതിനെക്കുറിച്ച് അഹമ്മദ് കോയ ശാലിയാത്തി വിശദമായിട്ട് മാമുക്കോയ തങ്ങളെ ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്. മാമുക്കോയ തങ്ങളെ ചരിത്രം എഴുതിയതും മൗലിദ് എഴുതിയതും ശാലിയാത്തിയാണ്. അവരതിൽ പറയുന്നുണ്ട്, പഴയകാലത്തെ വലിയപ്പമാർ, നിങ്ങളൊക്കെ ഈ കഥ ഒരുപാട് കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. മമ്പുറന്തങ്ങളുടെ കഥ മമ്പുറത്ത് കൊണ്ടുപോയാൽ പേരമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഇവിടെ ഇങ്ങനെ നടന്നിരുന്ന വലിയൊരു സയ്യിദുണ്ട്, നസ്വന്തങ്ങളും പാപ്പ. അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ നാടുകളിലെ ഉടക്ക നടന്ന ആളാണ്. കുട്ടികൾക്കൊന്നും ആ കഥ അറിയില്ല. അത് നമ്മുടെ പേരമക്കൾക്ക്, പ്രിയപ്പെട്ട വലിയപ്പമാരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ ഉപ്പമാരിൽ നിന്ന് കേട്ട ആ പഴയകാല സ്വാലിഹീങ്ങളെ ചരിത്രം, ഔലിയാക്കളെ ചരിത്രം, മുഹിയുദ്ദീൻ ശൈഖിന്റെ ചരിത്രം, അവരുടെ മാലകൾ, മൗലിദുകൾ, ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പേരമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഒഴിവ് സമയം കണ്ടെത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിലെപ്പോഴും ഒരു ഇസ്ലാമിക അന്തരീക്ഷം നമ്മളൊക്കെ ഉണ്ടാക്കി വെക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കയറിയാൽ നല്ലൊരു റാഹത്ത്, നല്ലൊരു സമാധാനം. ഇവിടെ കയറിയിരുന്നാൽ തന്നെ ഒരുപാട് വിഷമങ്ങൾക്ക് പരിഹാരം. അങ്ങനത്തെ ഒരു രൂപത്തിൽ നമ്മുടെ വീടാവണം. ആ വീട് എങ്ങനെയാണ് ആവുക? കച്ചറകളില്ലാത്ത വീട്, പരസ്പരം കലഹങ്ങളില്ലാത്ത വീട്, പരസ്പരം ഒച്ചപ്പാടുകളില്ലാത്ത വീട്. ആ വീട്ടിൽ നല്ലതാണ്. അവിടെ ഇടക്കിടക്ക് ബുർദയുണ്ടാകും, അവിടെ ഇടക്കിടക്ക് മഹാന്മാരുടെ പേരിൽ നല്ല നേർച്ചകൾ ഉണ്ടാകും, അവിടെ കുത്തുബിയത്തുണ്ടാകും, അവിടെ റാത്തീബുണ്ടാകും, അവിടെ നല്ലതൊരുപാടുണ്ടാകും. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ എനിക്ക് ഓർമ്മ വരികയാണ്, സയ്യിദ് ഹുസൈൻ ജമലുൽ ലൈലി. അള്ളാഹു അവിടത്തേക്ക് ബറക്കത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാനും ഈ അഷ്റഫ് പെരുമുഖവുമെല്ലാം ഉസ്താദിനെ വല്ലാതെ അനുഭവിച്ചവരാണ് അവിടുത്തെ ജീവിതം കണ്ടിട്ട്. ഇന്നും ഉസ്താദിന്റെ ചെറിയ മകനെ പോലും എല്ലാ മാസവും ചെലൂര് കുത്തുബിയത്തിലേക്ക് ആ മകൻ ZIKIയിൽ പഠിക്കുന്ന ആളാണ്.
ആ കുട്ടിയെപ്പോലും കുത്തുബിയത്തിലേക്ക് എല്ലാ മാസവും കൊണ്ടുപോകുന്നത് എന്തിനാണ് ഉസ്താദ്? അതൊക്കെ മക്കളൊന്ന് കണ്ടുപഠിക്കാൻ. അത്രയും ദൂരത്തേക്ക് ഒരു വാഹനം വിളിച്ച് ഉസ്താദ് കൊണ്ടുപോകുന്നത് മക്കൾ ഇതൊക്കെ പഠിക്കണം. ഭാവിയിൽ മക്കളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്, അവരാണ് ഇങ്ങനെ വളരേണ്ടത്. ഇതൊരു വലിയപ്പയുടെ കടമയാണ്, ഒരു വാപ്പയുടെ കടമയാണ്. നമ്മുടെ വീടിൻ്റെ അകത്തളം എപ്പോഴും മൗലിദ് കൊണ്ട്, എപ്പോഴും ഖുർആന് കൊണ്ട് ധന്യമായിരിക്കണം. വേണ്ടാത്തതൊന്നും നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കളുടെ മുടി ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെയാണോ? ബാങ്കൊടുത്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله أشهد أن محمد رسول الله مرحبا بحبيبي وقرة عيني محمد بن عبد الله صلى الله عليه وسلم أشهد أن محمد رسول الله مرحبا بحبيبي وقرة عيني محمد بن عبد الله لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم قوة إلا بالله لا حول ولا قوة لا حول ولا قوة إلا بالله الله أكبر الله أكبر لا إله إلا الله اللهم صل على سيدنا محمد اللهم رب هذه دعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة بعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات ما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم ما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما هو العلي العظيم അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. ഏതായാലും ഇനി ഭക്ഷണം കഴിക്കാനൊക്കെ സമയമായി തുടങ്ങി, പലതും ഇവിടെ നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ പൂർത്തീകരിക്കുകയാണ്. ഒരു ചെറിയ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മക്കളുടെ മുടി അത് ഇസ്ലാമിക രൂപത്തിൽ തന്നെയായിരിക്കണം. ഞാനിതിവിടെ പറയാൻ കാരണം, ഒരു ബാർബർ ഷാപ്പിൽ എൻ്റെ ഒരു സുഹൃത്തായ ബാർബറോട് ഞാൻ പറഞ്ഞു, കുട്ടികൾ എങ്ങനെ മുടി വെട്ടിപ്പിച്ചു കൊടുക്കരുത്. അപ്പൊ ആ ബാർബർ എൻ്റെ സുഹൃത്താണ്, എന്നോട് പറയാം, അംജദി ഇതൊന്ന് ഉപ്പമാരെ ക്ലാസ്സിൽ, വലിയുപ്പമാരെ ക്ലാസ്സിൽ, വലിയുമ്മമാരെ ക്ലാസ്സിൽ നിങ്ങൾ പറയണം. ഞങ്ങൾക്ക് നിർവാഹമില്ലാതെ വെട്ടിച്ചു കൊടുക്കുക. ചിലപ്പം വരല് ഉമ്മയാകും. അപ്പോൾ ഉമ്മ ഒരു ഫോൺ എടുത്തിട്ട് പറഞ്ഞു തരും, ഇങ്ങനെ വെട്ടിക്കണം എൻ്റെ കുട്ടീൻ്റെ മുടി. ചിലപ്പം വല്യമ്മ ആകും, ചിലപ്പം വല്യപ്പാകും. അവരും പറയും ഇങ്ങനെ ആക്കണം നമ്മളെ കുട്ടീൻ്റെ മുടി. ഏതോ ഒരു ചങ്ങായിൻ്റെ കോലം, മനുഷ്യന്മാരെ കോലം എന്നല്ല. ദയവ് ചെയ്ത് അത് മുത്തുനബിക്ക് പൊരുത്തല്ലാത്തതാണ്. ചെറുപ്പത്തിലെ അത് ശ്രദ്ധിക്കണമെന്ന് പ്രിയപ്പെട്ട എൻ്റെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ കളവ് പറയുന്ന സ്വഭാവം ഹബീബ് തങ്ങൾ വളരെ ശക്തമായി നമ്മോട് ഓർമ്മപ്പെടുത്തിയതാണ്. മക്കൾ കളവ് പറയാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? വാപ്പയിൽ നിന്ന്, അല്ലെങ്കിൽ വലിയപ്പയിൽ നിന്ന്, വലിയമ്മയിൽ നിന്ന് ഇങ്ങനെ കേൾക്കും. അത് കുട്ടികളും ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. മക്കളെ സത്യം മാത്രം, ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറ സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ നമ്മളാണ് ശീലിപ്പിച്ചെടുക്കേണ്ടത്. എത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രം നമ്മുടെ മക്കളെ കൊണ്ട്, പേരക്കുട്ടികളെ കൊണ്ട് നമ്മളെപ്പോഴും പറയിപ്പിക്കണം. അതുപോലെ തന്നെ ഒരു പേരക്കുട്ടിയെയും ശാപവാക്കുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യരുത്. ഈ കുട്ടി നന്നാവൂല,
എത്ര പറഞ്ഞാലും ഇങ്ങനെ തന്നെ. അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മിലുണ്ടാകരുത്. കുട്ടികളെ കയ്യിൽ നിന്ന്, ഏത് പേരക്കുട്ടിയായാലും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട ചീത്ത കണ്ടാൽ ആ കുട്ടിയെ നല്ല നിലക്ക് ഉപദേശിച്ച്, ആ കുട്ടിയെ നല്ല നിലക്ക് പറഞ്ഞുകൊടുത്ത് ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്താൽ, സുബ്ഹാനല്ലാഹ്, നല്ലോണം ദുആ ചെയ്താൽ ആ കുട്ടികൾ നന്നായിരിക്കും. ആ കുട്ടികൾ നല്ല വഴിയിലൂടെ കടന്നു വരും. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അതുപോലെ തന്നെ രക്ഷിതാക്കളോട്, വലിയപ്പമാരോട് ഓർമ്മപ്പെടുത്തുന്നു, ജീവിച്ചിരിക്കുന്ന നല്ല മനുഷ്യന്മാർ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. അവരെടുത്തൊക്കെ ഒഴിവ് ദിവസം നമ്മുടെ മക്കളൊക്കെ ഒന്ന് കൊണ്ടുപോയാൽ, കോഴിക്കോട് ബീച്ചിലേക്കും മറ്റുമൊക്കെ പോകാറുണ്ട് എല്ലാവരും. അതോടൊപ്പം നല്ല സ്വാലിഹീങ്ങൾ ഞങ്ങളുടെ ചുറ്റുഭാഗത്തുണ്ട്. അവരെടുത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് ദുആ ചെയ്യിപ്പിച്ചാൽ മക്കൾ നന്നാകും. അതാരാണ് നമുക്ക് കാണിച്ചു തന്നത്? ബഹുമാനപ്പെട്ട ശൈഖുൻ നുജൂം പീരാങ്കോയ ഉസ്താദ്. അവര് മക്കളെ നല്ല നല്ല സ്വാലിഹീങ്ങൾ എടുത്തു കൊണ്ടുപോയ കഥകളുണ്ട്. ആലുവായി അബൂബക്കർ മുസ്ലിയാരെടുത്ത് അഷ്റഫ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഇക്കാക്കയെ ഉപ്പ കൊണ്ടുപോയ കഥ അഷ്റഫ് ഉസ്താദ് ഇടക്കിടക്ക് പറയാറുണ്ട്. സ്വാലിഹീങ്ങളെടുത്ത് മക്കളെ കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിക്കണം, അവരെ കൊണ്ട് മന്ദിരിപ്പിക്കണം, അവരെ കൊണ്ട് മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുപ്പിക്കണം. ആനായ തലപ്പാറ തങ്ങളുപ്പാപ്പ അവർ ഇവിടെ നേരത്തെ വന്ന ഹബീബ് തങ്ങൾ, ആ ഹബീബ് തങ്ങൾക്ക് അലിഫ എഴുതിപ്പിക്കാൻ തങ്ങന്മാരെന്നെ എമ്പാടും ധാരാളമല്ലേ. അലിഫ എഴുതിപ്പിക്കാൻ തലപ്പാറ തങ്ങൾ കൊണ്ടുപോയത് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്കാണ്. അന്ന് അവരെ താഴെയുള്ള മക്കളെ കൊണ്ടുപോയത് ഓക്കെ ഉസ്താദിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അത് എഴുതിപ്പിക്കുക എന്ന് മാത്രമല്ല, അവരെക്കോട് മന്ദിരിപ്പിച്ച് ഊതിപ്പിക്കും. എല്ലായിടത്തുനിന്നും മക്കൾ നന്നാകാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യിപ്പിച്ച് ഹദിയ കൊടുക്കും, സദഖ കൊടുക്കും. അതുകൊണ്ടല്ലേ കേരളത്തിൽ പലവർക്കും കിട്ടാത്തത് ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങളുപ്പാപ്പക്ക് കിട്ടിയത്. തൻ്റെ 3 ആൺമക്കളും പ്രഗത്ഭരായ മുദർരിസുമാരായി. അത് തന്നെ ചില്ലറ കുട്ടികളല്ല, 100ഉം 120ഉം കുട്ടികൾക്ക് ദർസ് നടത്തുന്ന വലിയ മുദർരിസുമാരായി ആ മക്കൾ മാറിയത് ആ പ്രിയപ്പെട്ട ഉപ്പ ചെറുപ്പത്തിലെ ശീലിപ്പിച്ചെടുത്തതാണ്. അതിന് നമ്മളൊക്കെ തയ്യാറാകണം. വലിയുപ്പമാർക്കറിയാം, പരിസരങ്ങളിൽ ജീവിച്ചിരിക്കുന്ന കോടമ്പുഴ ബാവസ്ഥാതടക്കം, ചങ്ങാനിയിലെ നമ്മുടെ ശൈഖുന സുലൈമാൻ ഉസ്താദ് അടക്കം നമുക്ക് പോകാൻ പറ്റിയവരാണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ നമ്മളെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. ഒരുപാട് സാദാത്തുക്കളുണ്ട്. അവരുടെ അരികിലേക്കൊക്കെ മക്കളെ ഒന്ന് കൊണ്ടുപോയി, 8-4 തങ്ങളടക്കം അവരിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി നമ്മളെ മക്കളെ, പേരമക്കളെ ഒന്ന് ദുആ ചെയ്യിപ്പിച്ചാൽ ആ മക്കൾക്ക് ഇത് ഓർക്കാൻ ഒരുപാടുണ്ടാകും. ആരെ കൂടെയാണ് നീ ഇങ്ങനെയൊക്കെ പോയതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉപ്പപ്പ കൊണ്ടുപോയതാണ്, എൻ്റെ അമ്മമ്മ കൊണ്ടുപോയതാണ്. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പൂച്ചാലിലെ ബഷീർ സക്കാഫി ഹാർട്ടിന് അസുഖം ബാധിച്ച് ഇന്ന് വീട്ടിൽ വിശ്രമത്തിലാണ്. അള്ളാഹു പരിപൂർണ ശിഫ കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം പറയും, ഞാൻ ചെറുപ്പത്തിലെ എന്നെ വലിയ തങ്ങന്മാരെടുത്തും മൊയ്ലിയാമാരെടുത്തുമാണ് എൻ്റെ കുടുംബം കൊണ്ടുപോയത്. അതുകൊണ്ടായിരിക്കും ഒരാൾ പോലും പണ്ഡിതനില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഞാനൊരു മൊയ്ലിയാരായത്. വലിയപ്പമാര് ശ്രദ്ധിക്കേണ്ടതാണ്, വലിയമ്മമാര് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ കൊണ്ടുപോയ ഒരുപാട് അനുഭവങ്ങൾ അവർക്കൊക്കെ പറയാനുണ്ടാകും. ഇന്നത്തെ ചില മക്കളോട് ഒരു 10 ഔലിയാക്കളെ പേര് ചോദിച്ചാൽ മക്കൾക്ക് കിട്ടുന്നില്ല. നേരെ തിരിച്ച് 10 താരങ്ങളുടെ, അത് സിനിമയിലാണെങ്കിലും മറ്റേയാണെങ്കിലും താരങ്ങളുടെ പേര് ചോദിച്ചാൽ മക്കളൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സംവിധാനമാണ്. നേരെ മറിച്ച് നമ്മുടെ മക്കളെ കൊണ്ട് ഇങ്ങനെ ഒരു 10 ഔലിയാക്കൾ എടുത്തു കൊണ്ടുപോയി ഔലിയാക്കൾക്ക് ഫാത്തിഹ ഓതാൻ പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ സുഹൃത്തും ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ വണ്ടിൻ്റെ ചാവി കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. ആ സുഹൃത്തായ വല്ലിപ്പയോട് പേരക്കുട്ടി പറയാ, ഉപ്പ ചാവി കാണുന്നില്ലെങ്കിൽ കൊഞ്ഞുള്ളപ്പാപ്പന്റെ മേലിൽ ഫാത്തിഹ ഓതിയാ മതി. സുബ്ഹാനല്ലാഹ്. നമ്മൾ അഷ്റഫ് ഉസ്താദിന്റെ സ്വന്തം ആളാണ് കൊഞ്ഞുള്ളപ്പാപ്പ. താജുൽ ഉലമയുടെ അടുത്തേക്ക് കാലങ്ങളോളം അഷ്റഫ് ഉസ്താദ് ചെന്നിട്ട് അഷ്റഫ് ഉസ്താദിനോട് മാത്രമേ താജുൽ ഉലമ ചൂടാകാത്തത് ഉണ്ടാവുള്ളൂ.
ഏത് ചൂടിൻ്റെ സമയത്ത് മൂപ്പർക്ക് കയറിച്ചല്ല. ഞാനൊരു അസ്രഫുസ്താനോട് ചോദിച്ചു, ഞങ്ങൾ സുഹൃത്തുക്കളാ, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തോല, ഇജ്ജ് എന്താ അതിന് കാട്ടിയത്? എന്നോട് പറഞ്ഞു, ഞാൻ കുഞ്ഞുള്ളപ്പാപ്പൻ്റെ മേലിൽ ഫാത്തിഹ ഓതാറാ, അപ്പൊ പാപ്പ ചൂടാവൂല. താജുലമന്റെ ഉപ്പാപ്പയാണ്. ഈ ചെറിയ പേരക്കുട്ടി പറയാ, ഉപ്പ സാധനം ചാവി കാണുന്നില്ലെങ്കിൽ കുഞ്ഞുള്ളപ്പാപ്പക്ക് ഫാത്തിഹ ഓതിയാ മതി. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, അൻകാരാ പറഞ്ഞെന്ന്. ഞാൻ കരുതി താജുലമന്റെ അടുത്ത് ഏതെങ്കിലും CD യിലൊക്കെ കേട്ടതാവും, പ്രസംഗം കേട്ടതാവും. അല്ല, അത് ഉമ്മമ്മ പറഞ്ഞെന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതാണ് ഉമ്മമ്മ. സാധനം കാണാഞ്ഞാൽ അവിടെ ഒന്നായിട്ട് ബദറൂഹ് ഖന്തക്ക് ഉണ്ടാക്കില്ല. ഞാൻ ഇവിടെ വെച്ച സാധനം കാണുന്നില്ല, ആരാണത് എടുത്തു വെച്ചത്? ഞാൻ ഇവിടെ തന്നെ വെച്ചത്. അവരവിടെ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആകാ പരന്നായിട്ട് ഒരു യുദ്ധത്തിന്റെ പ്രതീതി. അങ്ങനെയല്ല, ഈ കുട്ടി പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഫാത്തിഹ ഓതിയാ മതിയെന്ന്. ഇയാൾ സമാധാനത്തിൽ അവിടെ അങ്ങനെ ഓതി. ഞാൻ അയാളോട് റിഞ്ഞു ഓതിക്കോളിന്ന്. സാധനം കിട്ടി. അത് താജുലുലമ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഉമ്മ എവിടെന്നോ അത് കേട്ടതാണ്. താജുലുലമന്റെ വയല് വലിയുമ്മ. അതാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തു പ്രശ്നങ്ങൾക്കും ഇങ്ങനെ സ്വലാത്തുകളും ഇങ്ങനെ ദിക്റുകളും ഇങ്ങനെ അതുപോലെ തന്നെ മഹാന്മാരുടെ മേലുള്ള ഫാത്തിഹകളും അവരെ പരിചയപ്പെടുത്തലും വലിയുപ്പമാരുടെ വലിയ കടമയാണ്. കാലം നേരത്തെ പറഞ്ഞതുപോലെ എന്തോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ചുറ്റുപാടുകളെ കൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാം ഒന്ന് നമ്മിലേക്ക് ചേർത്ത് പിടിച്ചാൽ ആ മക്കൾ നമ്മയെപ്പോലെ നമുക്ക് ദുനിയാവിലും അതിലേറെ ആഖിറത്തിലും നമുക്ക് കാണാൻ കഴിയും. മഹാന്മാര് പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. മക്കളുടെയും പേരക്കുട്ടികളുടെയും ഉപകാരം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. ദുനിയാവിൽ അവരെ കൊണ്ട് ഒരുപാട് സന്തോഷം വേണം. ആഖിറത്തിൽ അന്ന് ഖബറിലേക്ക് നമ്മൾ പോയി കടന്നാൽ പേരക്കുട്ടികളെ കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കണം. അവിടെ റാഹത്തായി നമുക്ക് കിടക്കണം. എത്ര കാലമാണ് അവിടെ കിടക്കാൻ കഴിയുക? എത്ര കാലമാണ് നമ്മൾക്ക് കിടക്കേണ്ടി വരിക? അവിടൊക്കെ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്താൽ, നമ്മുടെ ഉപ്പമാരുടെ ഖബറിന്റെ അടുത്തേക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ വലിയുപ്പമാരുടെ ഖബറിന്റെ അടുത്തേക്ക്. ഇന്ന് കുട്ടികൾക്ക് ഖബർസ്ഥാനിൽ ഒന്നും അറിയില്ല, ആരാണെന്ന് അറിയില്ല. അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ ആ കൊണ്ടുപോകേണ്ട സമയത്ത് കൊണ്ടുപോയി, ഇത് ഇന്നാളുടെ ഖബറാണ്, സുബ്ഹാനല്ലാഹ്, ഇത് എൻ്റെ വല്ലിപ്പൻ്റെതാണ്, എൻ്റെ ഉപ്പേൻ്റെതാണ്. ഇതൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ മക്കളത് മറക്കൂല. അവർ സ്വന്തമായി അവരെ സിയാറത്തിന് വരും. എത്രയോ അനുഭവങ്ങളുണ്ട്. ഒരു സ്ഥലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഞങ്ങളിങ്ങനെ യാത്ര പോകുമ്പോൾ എന്നോട് പറഞ്ഞു, അംജദി ഉസ്താദ് എവിടെ നിന്ന് നിർത്തുമോ? എൻ്റെ ഉമ്മൻ്റെ ഉപ്പൻ്റെ ഖബർ ഈ പള്ളിക്കാട്ടിലാണ്. നിങ്ങളൊക്കെ കൂടി വന്നൊരു ഫാത്തിഹ ഓതിയാൽ ആ ഉമ്മമ്മൻ്റെ ഖബർ വളരെ സന്തോഷമാകും. ഞാൻ കൂടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് പോകാം. അവിടെ പോയപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞല്ലേ, ഫാത്തിഹ അല്ല, എല്ലാവരും ഞങ്ങളെ കൂടെ ഉള്ള ഒരു സാധാരണക്കാരൻ പറഞ്ഞു, അംജദി ആ കുട്ടിൻ്റെ മനസ്സ് നോക്കി നമ്മളൊരു യാസീൻ ഓതുക ഉമ്മമ്മക്ക് വേണ്ടി. ഈ ഉമ്മമ്മക്ക് വേണ്ടി യാസീൻ ഓതുക എന്നത് ആര് ശീലിപ്പിച്ചതാണ്? ഈ കുട്ടിയെ ഫാത്തിഹ ഓതുക എന്നത് ആ ഉമ്മമ്മ. മഗ്രിബിന്റെ ശേഷം ഈ കുട്ടി പറയാ, മഗ്രിബിന്റെ ശേഷം ഞങ്ങളൊക്കെ വിളിച്ചിട്ട് എൻ്റെ ഉപ്പയുടെ പേരിൽ, വല്യമ്മ പറയാ, എൻ്റെ ഉമ്മയുടെ പേരിൽ, എൻ്റെ പാപ്പൻ്റെ പേരിൽ അങ്ങനെ ഒരു 7ഓ 8ഓ യാസീനുകളും അതിന് സമയമില്ലാത്ത ദിവസം ഫാത്തിഹകളും ഇങ്ങനെ ഓതിപ്പിക്കാറുണ്ടായിരുന്നു. വലിയുമ്മ വഫാത്തായപ്പോൾ ഞങ്ങളും തിരിച്ചു ചെയ്യേണ്ടേ? അതാണ്, അങ്ങോട്ട് ചെയ്താലേ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുകയുള്ളൂ. ഞാൻ കുറേ ഇബാദത്ത് ചെയ്ത് ഇതൊന്നും മക്കളെ കൊണ്ട് ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും തിരിച്ചു കിട്ടൂല. നമ്മൾ മക്കളെ കൊണ്ട് ശീലിപ്പിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്കിതെല്ലാം തിരിച്ചു കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള പൂർവീകരെ കുടുംബ സന്ദർശനം. ഉപ്പമാർക്ക് സമയം ഉണ്ടാവൂല, ഉമ്മമാർക്ക് തീരെ സമയം ഉണ്ടാവൂല. വലിയുപ്പമാരോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുപോയി അവരെയൊക്കെ ഒന്ന് സന്ദർശിപ്പിച്ച്, ഇത് ഇന്ന ആളാണ്. ഇന്ന് കുട്ടികൾക്ക് കുടുംബം ആരാന്നറിയില്ല. ഇത് അമ്മായിനെ അറിയില്ല, അമ്മോനെ അറിയില്ല, കുടുംബത്തിലെ മറ്റു അംഗങ്ങളറിയില്ല, എളാപ്പൻ്റെ മക്കളറിയില്ല, മൂത്താപ്പൻ്റെ മക്കളറിയില്ല, തമ്മിൽ സംസാരമില്ല. എല്ലാം വാട്സപ്പിലെ ഒരു കുടുംബ ഗ്രൂപ്പിൽ മാത്രമായി ഒതുങ്ങിയ കാലം. ഇടയ്ക്കൊരു കുടുംബ സംഗമം വിളിക്കും, അത് കഴിഞ്ഞു.
കുറെ പാട്ടും കൂത്തുമായിട്ട് അതങ്ങോട്ട് കഴിയും, പിന്നെ ഒരു ബന്ധുവില്ല. അങ്ങനെ ആകരുത്. നമ്മൾ ഇടക്കിടക്ക് ഓരോ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ അടുത്ത കുടുംബക്കാരുടെ അടുത്തും നമ്മുടെ അകന്ന കുടുംബക്കാരുടെ അടുത്തും നമ്മുടെ പേരക്കുട്ടികളെ കൊണ്ടുപോയി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ അത് ഭാവിയിലും അല്ലാതെയും വലിയ ഉപകാരമായിരിക്കും. ഇൻഷാ അല്ലാഹ് സമയം ഒരുപാട് ദീർഘിച്ചത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ലേറ്റായത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്ര നേരം പറഞ്ഞതും കേട്ടതുമെല്ലാം അള്ളാഹു സ്വാലിഹായ ഒരു അമലായി പടച്ച റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാം ഈ സ്റ്റേജിലേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കയറി വന്നത്, സുബ്ഹാനല്ലാഹ്, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഈ സഹ്റ ഫെസ്റ്റിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്നിരുന്നത് ഒരു സയ്യിദായിരുന്നു. നമ്മുടെ നാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സയ്യിദ്, കണ്ണൂർ സ്വദേശിയായ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇന്ന് നമ്മോടൊപ്പമില്ല, ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഉപ്പാപ്പ സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി മുതൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ ഉപ്പാപ്പമാരിലേക്കും ആ സയ്യിദ് അവർകളെ അള്ളാഹു ചേർത്തി കൊടുക്കുമാറാകട്ടെ. ആ സയ്യിദ് അവർകൾ അവസാനം കണ്ടത് മുത്തുനബിയുടെ മദ്ഹ് പറയുന്ന, മുത്തുനബിയുടെ മദ്ഹ് കാണിക്കുന്ന ഒരു സ്റ്റേജ്, ഒരു സദസ്സിൽ വെച്ചായിരുന്നു. കൊണ്ടോട്ടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമിയുടെ ഹിജ്റ കോൺഫറൻസിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കണ്ടു. അവസാന കൈ കൊടുത്ത ആ തണുപ്പ് ഇന്നും കയ്യിൽ നിന്ന് മാറാത്തതുപോലെ അള്ളാഹുവെ അവരെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വലിയുപ്പ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ആ പേരക്കുട്ടിയുമായി ചെലുപാടത്ത് നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് വന്നിരുന്നു. ഇന്ന് അദ്ദേഹം ഖബറിലാണ്. മിനിയാന്ന് അദ്ദേഹത്തിൻ്റെ ഏടായിരുന്നു. ഞങ്ങൾ ഉസ്താദുമാരവിടെ ചെന്ന് ദുആ ചെയ്തു. അള്ളാഹുവെ ആ വലിയുപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. നേരത്തെ പറഞ്ഞ തലശ്ശേരി തങ്ങളുപ്പാപ്പ, നേരത്തെ നമ്മൾ പറഞ്ഞത് അവരെക്കുറിച്ചായിരുന്നു. അവരുടെ 3 കുട്ടികളും 3 പേരക്കുട്ടികളും ഈ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. അവരെ മറവ് ചെയ്തത് അവരെ നാട്ടിലാണ്. ജുമാക്കൊക്കെ വളരെ നേരത്തെ വരും. ഒരു ദിവസം വന്നപ്പോൾ തങ്ങളോട് ഞാൻ അവിടുത്തെ കുടുംബ പേരുകൾ അന്വേഷിച്ചറിഞ്ഞു. അവിടുത്തെ ഉപ്പ മുതൽ സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി വളപട്ടണം, സുബ്ഹാനല്ലാഹ്, അങ്ങ് ബുഖാറയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്ന ആ തങ്ങളടക്കമുള്ള വലിയവരുടെ ചരിത്രം ഒരു ജുമാക്ക് ശേഷം പള്ളിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിലും വലിയ പാണ്ഡിത്യമുണ്ടായിരുന്ന സയ്യിദ് അവറുകൾ അടക്കം നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. അള്ളാഹു അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അഷ്റഫ് ഉസ്താദിൻ്റെ നല്ല മദ്ഹ് ഗീതങ്ങൾ ഞാൻ ആദ്യമായി ജാമിയ അംജദിയയിൽ നിന്ന് അംജദി ആയതിൻ്റെ ശേഷം നേരെ ജോലിയേൽക്കാൻ പോയത് പ്രമുഖർ മാത്രമുള്ള സ്ഥലത്തേക്കാണ്. ഞാൻ മാത്രം അവിടെ ഒരു ശിശു ഉള്ളായിരുന്നു. ബാക്കിയൊക്കെ പ്രമുഖർ, അഷ്റഫ് ഉസ്താദ്, ഖാദർ ഉസ്താദ്, ഇവരൊക്കെ നിയന്ത്രിക്കുന്ന കാസർകോട്ടുകാരൻ മഹമ്മൂദ് ജീലാനി, ഇങ്ങനത്തെ വലിയ ആൾക്കാരുള്ള സ്ഥലത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് ജോലി എടുക്കാൻ പോകുന്നത്. അവിടെ നിന്നപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ഇനി കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് നിൽക്കാം, കാരണം അങ്ങനത്തെവരോട് കൂടെ നിൽക്കുക. രാവിലെ തന്നെ അഷ്റഫ് ഉസ്താദ് മദ്രസക്ക് വരുമ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ മൂപ്പരെ സ്വീകരിക്കൽ ത്വലാൽ ബദറു ചൊല്ലിയിട്ടാ. അത് വല്ലാത്തൊരു ആനന്ദമുള്ളൊരു കാലമായിരുന്നു. 1-ാം ക്ലാസ്സിൽ 10-30 കുട്ടികളെ മുഴുവനും നല്ല രസമായിട്ട് ഓരോ അക്ഷരങ്ങളും പാട്ട് പാടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചൊരു കാലുണ്ടായിരുന്നു. മാത്രമല്ല അന്ന് അവിടുത്തെ റബിയുൽ അവ്വൽ എന്ന് പറഞ്ഞാലൊരു സംഭവം, പരിസരത്തെ മദ്രസകളിലൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അവിടെ വെക്കുക. എന്തിനാ എല്ലാവരും ഇങ്ങോട്ട് വരും. അവർ പറയും ഞങ്ങൾക്ക് അവിടെ കൂടാൻ പൂതിയാകുന്നുണ്ടോ എന്ന്. ഒരു പാട്ട് പോലും അഷ്റഫ് ഉസ്താദ് അന്ന് പിന്നെ മറ്റുള്ള പുസ്തകത്തിൽ നിന്നോ മറ്റുള്ള CD-യിൽ നിന്നോ കാസറ്റിൽ നിന്നോ എടുക്കൂല. അവിടെ പാടുന്ന റബിയുൽ അവ്വലിൻ്റെ എല്ലാ പാട്ടും അദ്ദേഹം ഉണ്ടാക്കിയതായിരിക്കും. ഒരു പാട്ട് വണ്ടി മദ്രസൻ്റെ മുമ്പ് കൂടെ പോയാൽ മൂപ്പര് അതിങ്ങനെ കേട്ടിരിക്കും. പിന്നെ കാണാൻ ഒരു പെല്ലും കടലാസ് എടുത്തിട്ട് അതുപോലെ ശൈലിയിൽ മുത്തുനബിയുടെ മദ്ഹ് ഇങ്ങനെ എഴുതുന്നു. അൽഹംദുലില്ലാ, ഉള്ളാള് തങ്ങൾ പാപ്പൻ്റെ മുമ്പിൽ ഒരുപാട് മദ്ഹ് പാടാൻ അവസരം ഉണ്ടായ ആളാണ്. തങ്ങളെ മുമ്പിൽ മദ്ഹ് പാടുക എന്ന് പറഞ്ഞാൽ ചില്ലറ സംഭവമല്ല. ഒരു തെറ്റുണ്ടായാൽ തങ്ങൾ പായിപ്പിക്കും, അടി കിട്ടും.
അവിടെ എൻ്റെ ബുർദക്കാരൻ എവിടെ എന്ന് പലപ്പോഴും ബഹുമാനപ്പെട്ട താജുൽ ഉലമ ചോദിക്കും. എന്നിട്ട് ബുർദങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ബുർദ പാടിപ്പിക്കും അഷ്റഫിനെ കൊണ്ട് ഒരുപാട് ദിവസം തുടർച്ചയായി. വഫാത്തിൻ്റെ ഒക്കെ മുമ്പ് 40ഓളം ദിവസങ്ങളിൽ അഷ്റഫിനെ കൊണ്ട് ബുർദ പാടിപ്പിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട താജുൽ ഉലമ അടക്കമുള്ള പ്രമുഖരുടെ ഉസ്താദുമാരുടെ ഗുരുത്വം വാങ്ങിയ ആളാണ്. ചെറിയൊരു അസ്വസ്ഥത ഈ അടുത്ത കാലത്ത് വന്നു പരിപൂർണമായി. അതാണ് പണ്ട് ഓടി വന്നിരുന്ന ആൾക്ക് ഇപ്പം നടക്കുമ്പോൾ ചെറിയൊരു പ്രയാസം. അൽഹംദുലില്ലാഹ്. അള്ളാഹു പരിപൂർണമായി ശിഫാ കൊടുക്കുമാറാകട്ടെ. ആഫിയത്തും ബറക്കത്തുമുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.